ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിലുള്ളൊരു ബീഫ് ചില്ലിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വലിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതിനെ വാങ്ങിക്കുക. ഇതിങ്ങനെ വലിയ കഷ്ണമാക്കി വാങ്ങിക്കാൻ പറഞ്ഞത് ബീഫ് ചില്ലിക്ക് വേണ്ടിയിട്ടാകുമ്പോൾ ആ നീളത്തിൽ കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലോട്ട് ഇതാ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് വേവിക്കുക. അപ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം വരും. അതിനുശേഷം മീഡിയം ഹീറ്റിലേക്ക് ആക്കിയിട്ട് 2 വിസിൽ വിളിക്കുക. അപ്പോൾ അതാ ബീഫ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നീളത്തിലുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക. എത്രയോ വണ്ണം കുറച്ച് കട്ട് ചെയ്യുന്നത് അത്രയും ടേസ്റ്റ് ഉണ്ടാവും ബീഫ് ഫ്രൈ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് പിരിയൻ മുളക് എടുത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി. ഇനി 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി അരച്ചത്, അതുപോലെ തന്നെ വെളുത്തുള്ളി അരച്ചതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ. ഇനി മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ആദ്യം നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു കുറുകിയ രീതിയിൽ കുഴച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ട് നന്നായി കുഴച്ചതിന് ശേഷം 1/2 മണിക്കൂർ മാറ്റി വെക്കുക. കൂടുതൽ വെച്ചാൽ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും വെക്കണം. ഇത് ഫ്രൈ ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് അതിലേക്ക് ആദ്യം നമ്മൾ വേപ്പിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇനി ബീഫ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കറുമുറയുള്ള ബീഫ് റെഡി ആയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ കഴിക്കണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. ഇനി വീണ്ടും ഒരു സോസ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള സോസ് തന്നെയാണ്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് പിരിയൻ മുളക് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിന് ശേഷം ഒരു ബൗളിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക. ഇനി പാനിലോട്ട് നമുക്ക് ഓയിൽ ഒഴിക്കണം. അപ്പം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മുറി ക്യാപ്സിക്കം ചെറുതായിട്ട് തന്നെ അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി, കൂടുതലൊന്നും വഴന്നു വരേണ്ട ആവശ്യമില്ല. ഇനി നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ആ സോസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ടുണ്ട്. കോൺഫ്ലോർ കലക്കി വെച്ചത് ചേർത്ത് കൊടുക്കുക.
ഇനി ബീഫ് ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യുക. ബീഫ് ചില്ലി നന്നായിട്ട് റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളർ ചേർത്ത് കൊടുക്കുന്നത് വേണം. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വല്ലാതെ ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ സോസ് കലക്കി വെച്ചിട്ടുള്ള പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബീഫ് ചില്ലി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റുള്ളൊരു ബീഫ് ചില്ലിയാണ്.